സെൻസസ് ആക്ട് 1948 പ്രകാരം സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പരമാവധി 3 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ്. നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഇപ്പോൾ സെൻസസ് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. സെൻസസ് എടുക്കാൻ ഈ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് അവ വലിയ തലവേദനയായി മാറും. സെൻസസ് എന്നത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കെടുപ്പാണ്. അതുകൊണ്ട് തന്നെ സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനായി ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. അവരോട് മോശമായി പെരുമാറുകയോ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുകയോ ചെയ്താൽ സെൻസസ് ആക്ട് 1948 പ്രകാരം സെൻസസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പരമാവധി 3 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ്. രാജ്യത്തിന്റെ ജനസംഖ്യ, സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ എന്നിവ കൃത്യമായി ശേഖരിക്കുന്നതിനാണ് സെൻസസ് നടത്തുന്നത്. അതിനാൽ ഓരോ കുടുംബത്തിൻ്റെയും സഹകരണം വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ സെൻസസ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ അവരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. സർക്കാർ അംഗീകൃത ID കാർഡ് കൈവശമുള്ള ഉദ്യോഗസ്ഥരോട് മാത്രമേ വിവരങ്ങൾ കൈമാറാൻ പാടുള്ളൂ. ചോദിക്കുന്ന എല്ലാ വിവരങ്ങളും സത്യസന്ധമായും കൃത്യമായും നൽകുക. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, വിദ്യാഭ്യാസം, തൊഴിൽ, താമസ സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ തെറ്റാതെ തന്നെ പറയണം. തെറ്റായ വിവരങ്ങൾ ഭാവിയിൽ സർക്കാർ പദ്ധതികളെയും കണക്കുകളെയും തന്നെ ബാധിച്ചേക്കാം. സെൻസസ് സമയത്ത് സാധാരണയായി ബാങ്ക് അക്കൗണ്ട് നമ്പർ, ATM പിൻ, OTP, പാസ്വേഡ് തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിക്കില്ല. അത്തരം വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. വീട്ടിൽ ആരെങ്കിലും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ മറ്റൊരു സമയത്ത് ഉദ്യോഗസ്ഥർ വീണ്ടും വന്നേക്കാം. കഴിയുന്നത്ര കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ വിവരങ്ങൾ നൽകാൻ വീട്ടിലുണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. ആവശ്യമായ രേഖകൾ വീട്ടിൽ തന്നെ കരുതുക. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ജനനത്തീയതി സംബന്ധിച്ച രേഖകൾ തുടങ്ങിയവ ചില വിവരങ്ങൾ കൃത്യമായി നൽകാൻ ഉപകരിക്കും. എന്നാൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഈ രേഖകൾ കാണിക്കേണ്ടതായുള്ളൂ. സെൻസസ് വഴി ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ നിയമപരമായി രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തില്ല. സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഭാവിയിലെ വികസന പദ്ധതികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പൊതുവിതരണ സംവിധാനം, ക്ഷേമ പദ്ധതികൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നത്. അതിനാൽ ഓരോ കുടുംബവും കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വളരെയധികം പ്രധാനമാണ്. അതിനാൽ സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ അവരുമായി സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുക. ചെറിയൊരു സഹകരണം പോലും രാജ്യത്തിൻ്റെ ഭാവി ആസൂത്രണത്തിൽ വലിയ പങ്ക് വഹിക്കും. സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ ഒരു തരത്തിലും ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ പൊതുവായി നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റു സംവിധാനങ്ങളെക്കുറിച്ചോ ഉള്ള പരാതികൾ അവരോട് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അവർ സെൻസസ് എടുക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. സെൻസസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ പ്രക്രിയ എന്നത് നിങ്ങളുടെ വീടുകളിൽ നമ്പരിടുക എന്നതാണ്. ആ ഒരു പ്രക്രിയ കൃത്യമായി നടപ്പിലാക്കാൻ അവരുമായി നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ അവർ ഇടുന്ന നമ്പർ കൃത്യമായി അടയാളപ്പെടുത്തിയേ തീരൂ. അതിന് അവരെ തടസ്സപ്പെടുത്തിയാൽ കൃത്യമായ നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും. ജൂലൈ 31 വരെയാണ് ഈ പ്രോസസ്സ് ഇതുപോലെ കൃത്യമായി നടക്കുക. അടുത്ത ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലേക്ക് വരാം. അന്യരോട് അക്രമ സ്വഭാവമുള്ള ജീവികളെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ, അതായത് നായ പോലുള്ള ജീവികളെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ അതിനെ കൃത്യമായി നിയന്ത്രിച്ച് കൂട്ടിലടച്ചാൽ സെൻസസ് എടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് അത് വളരെയധികം ഉപകാരമായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.